അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 25, ഹദീസ് നമ്പർ 65. ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിനൽ അംബിയാഇ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഉഅതിയ മിനൽ ആയാത്ത്. ഏതൊരു പ്രവാചകനും അല്ലാഹു തആല വ്യക്തമായ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ കൂടെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അനുയായികളെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോ പ്രവാചകനും കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ വഇന്നമാ കാനല്ലദീ ഊതീതു വഹ്യൻ ഔഹല്ലാഹു ഇലയ്യ, എനിക്കല്ലാഹു തആല മുഅ്ജിസത്തായി നൽകിയത് അത് ഖുർആൻ തന്നെയാണ്, അഥവാ വഹ്യ് ആണ്. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്ത് നൽകിയത് ഖുർആൻ മാത്രമെന്നല്ല, ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അഥവാ അമാനുഷികമായ കാര്യം, അഥവാ ഞാൻ പ്രവാചകനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തെളിവായി അവതരിപ്പിച്ച അമാനുഷിക കാര്യം, അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ 1400 വർഷങ്ങൾക്ക് ശേഷം നമുക്കിപ്പോഴും അതേപടി വായിക്കാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ വെല്ലുവിളിച്ച ആ വെല്ലുവിളി ആർക്കെങ്കിലും ഇതുപോലെയുള്ളൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ആ ചോദ്യം ഇന്നും ചോദ്യമായി തന്നെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മുഅ്ജിസത്ത് അത് ഒരു കാലത്തും അവസാനിക്കുന്നില്ല. എല്ലാവർക്കും അതിൻ്റെ മഹത്വം നോക്കി കണ്ട് മനസ്സിലാക്കി അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് അത് അവരുടെ കാലം കഴിയലോടെ ആ മുഅ്ജിസത്ത് എന്താണ് എന്ന് പിൽക്കാലത്തുള്ളവർക്ക് നേരിട്ട് അറിയാനുള്ള അവസരമുണ്ടായിട്ടില്ല. ഉദാഹരണം, മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത മുഅ്ജിസത്ത് വടി, അത് അക്കാലത്ത് കൂടെയുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാമെന്നല്ലാതെ പിൽക്കാലത്തുള്ളവർക്ക് അത് കേട്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാം, അത്രയേ ഉള്ളൂ. എങ്കിൽ അതുപോലെയാണ് എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ മുഅ്ജിസത്ത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഏതൊരു നാട്ടിലുള്ള, ലോകത്ത് എവിടെയുള്ളവർക്കും എക്കാലത്തും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും കൃത്യമായി അത് കാണാനും അനുഭവിക്കാനും കണ്ടറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇതാണ് ഖുർആൻ എന്ന അമാനുഷിക ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അല്ലാഹു തആല നൽകിയിട്ടുള്ളൂ.